ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത്, എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ഹെർമിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പിരിച്വൽ ജേർണിയുടെ കാർഡാണ്, സ്പിരിച്വാലിറ്റിയുടെ കാർഡാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ആത്മപരിശോധന നടത്തുക, സത്യാന്വേഷണം നടത്തുക എന്നൊരു എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. ഇത് മേ ബി നമുക്കൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് തോന്നുക, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, അതുപോലെ സ്റ്റക്കായ ഒരു ഫീലിംഗ് തോന്നുക. അതായത് നമ്മൾ മുന്നോട്ട് പോകുന്നതൊക്കെ നല്ലതാണോ, നമ്മളൊരു പുനർവിചിന്തനം ചെയ്യാമെന്ന് പറയത്തില്ലേ, അതായത് ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവുക. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമ്മളൊരു ആത്മപരിശോധന നടത്തുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ്. മാത്രമല്ല ഇത് ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഒരു ആത്മീയ പാതയിൽ കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സ്റ്റാഗ്നേഷൻ പീരീഡ് ഫീൽ ചെയ്യും. അതായത് നമുക്ക് പോകുന്ന വഴി ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ശരിയായ വഴിയിലാണോ പോകുന്നത് എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന സ്റ്റേറ്റാണ് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ യൂണിവേഴ്സൽ അലൈൻമെൻറ്റിലേക്ക് നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് യൂണിവേഴ്സൽ സിങ്ക്രോണിസിറ്റീസ് അനുഭവിച്ചിട്ടായിരിക്കും വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പറയുന്ന പോലെ തൂവലുകൾ കിട്ടുക, വെള്ളത്തൂവൽ കിട്ടുക, വെള്ളപ്പൂമ്പാറ്റകൾ, ട്വിന്നീസിനെ കാണുക. അപ്പോൾ അങ്ങനെ അലൈൻഡ് ആയിട്ടുള്ള മഴവില്ല് ഫ്രീക്വൻ്റ്ലി കാണുക, ഏഞ്ചൽ നമ്പേഴ്സ് ഫ്രീക്വൻ്റ്ലി കാണുക, അങ്ങനെ ഒരു യൂണിവേഴ്സൽ അലൈൻമെൻറ്റ് നമുക്ക് നമ്മളോട് തോന്നുന്നു ഇതെന്താ ഞാനിതിങ്ങനെ കാണുന്നതെന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ നമ്മൾ യൂണിവേഴ്സിൻ്റെ സിങ്ക്രോണിസിറ്റീസിലേക്ക് വലിച്ചു വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇട സമയത്ത് നമ്മൾ വീണ്ടും ഇതൊന്നും കാണാതാവുന്നൊരു എനർജി ഉണ്ട്. അതായത് ഈ പറഞ്ഞ ട്വിന്നീസിനെ കാണുന്നില്ല, മഴവില്ല് കാണുന്നില്ല, വെള്ളിമേഘങ്ങൾ കാണുന്നില്ല, വെള്ളത്തൂവൽ കാണുന്നില്ല, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നില്ല. അപ്പോൾ അത്തരൊരു എനർജി വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. ഞാനിപ്പോൾ ഈ പറഞ്ഞ ആത്മീയ പാതയിലല്ലേ, യൂണിവേഴ്സൽ അലൈൻമെൻറ്റിലല്ലേ എന്ന് നമുക്കൊരു സംശയം തോന്നത്തില്ലേ. ആ ഒരു സ്റ്റാഗ്നൻ്റ് പീരീഡിൻ്റെ കാലമാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ശരിക്കും നമ്മളൊരു ആത്മപരിശോധന നടത്തണം. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ശരിയായ വഴിയിലൂടെയാണ് വന്നത്, ഇപ്പോൾ പോകുന്നത് ശരിക്കുള്ള വഴിയിലൂടെയാണോ എന്നൊരു ആത്മപരിശോധന ചെയ്യുന്നതും ഒരു സത്യാന്വേഷണം നടത്തുന്നതുമാണ് കേട്ടോ. അതാണ് ഹെർമിറ്റ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ്. പ്ലസ് നമുക്കൊരു ആത്മീയ ഗുരുവിനെ കിട്ടുക, നമുക്കിന്നൊരു സ്പിരിച്വൽ ഗുരുവിനെ കാണുക, അവരിൽ നിന്ന് നമുക്കൊരു ഗൈഡൻസ് കിട്ടുക, നമ്മളൊരു ഗൈഡൻസ് എടുക്കുന്നൊക്കെ ഒരു എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഗുരുവാകുന്നതും, അതുപോലെ നമ്മൾ ഗുരുവിനെ കണ്ടെത്തുന്നത് പോലെ തന്നെ നമ്മളിൽ ഒരു ഗുരുവിനെ മറ്റുള്ളവർ കണ്ടെത്തുന്നതും കൂടിയാണ് ഹെർമിറ്റ് എനർജി കേട്ടോ. നമ്മളൊരു ആത്മീയ ഗുരുവിനെ കണ്ടെത്തി എന്നുള്ളൊരു പാഠമാണ് ഹെർമിറ്റ് എനർജി പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ വഴിവിളക്കം കൊണ്ട് നമ്മൾ നോക്കുന്നത് മറ്റുള്ളവർക്ക് വഴിവിളക്കാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വഴിവിളക്കാണ്. അതേസമയം നമ്മൾ നമ്മളിലേക്കും കൂടെ നോക്കുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൊത്തത്തിലൊരു ഒറ്റപ്പെടലും ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഇഷ്ടവും ഒരു സെക്ലൂഡിനെസ്സും ഒക്കെ തോന്നും. ഒരു സ്റ്റാഗ്നേഷൻ, ഒറ്റപ്പെട്ട പോലെ അല്ലെങ്കിൽ സ്റ്റക്കായതുപോലെ ഒരു എനർജി ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് 9 ഓഫ് സോഡ്സ്. അതായത് രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുക. നമ്മൾ രാത്രിയിൽ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുക. ചിലപ്പോൾ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം, ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം, എന്തെങ്കിലും പെയിൻ വന്നിട്ടായിരിക്കാം, വയറുവേദന ആയിരിക്കാം, ചിലപ്പോൾ നെഞ്ചുവേദന വന്നിട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പേടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഉറങ്ങാതിരിക്കും. അത്തരത്തിൽ പെയിൻ കൊണ്ട് ഉറങ്ങാതിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദം വന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തലയ്ക്ക് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഒരൊറ്റ ചിന്ത വന്നിട്ട് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുക. നമ്മൾ ഉറങ്ങും, പെട്ടെന്ന് നമുക്ക് ആ ചിന്ത വരും, നമ്മൾ ഞെട്ടി ഉണരും, വീണ്ടും അതേ ചിന്തയിലിരിക്കും, വീണ്ടും ഉറങ്ങും. അപ്പോൾ അത്തരത്തിൽ ഒറ്റ ചിന്ത കൊണ്ട് നമ്മൾ ഉറങ്ങാതിരിക്കുന്ന എനർജി ആയിരിക്കും. നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒറ്റ ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും
ഒരു ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു എനർജിയാണിത് കേട്ടോ. രാത്രിയിൽ ഉറങ്ങാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ ഒരു സ്റ്റക്നെസ്സും ഒരു ഹാങ് ഓവറും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് 9 ഓഫ് സോഡ്സ് കേട്ടോ. നമ്മളെ മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം, ആങ്സൈറ്റി ഡിസോർഡർ പോലെയാണ്. നമ്മൾ പേടിക്കുവാണ്, അങ്ങനെ സംഭവിക്കുമോ എന്ന് പേടിക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും കാര്യമില്ല. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി, നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിൽ നമുക്ക് കറക്റ്റ് ശരിയാണെന്ന് തോന്നുന്നത് നമ്മളങ്ങ് ചെയ്തു പോകാമെന്നുള്ളതാണ്. നമുക്കൊരിക്കലും യൂണിവേഴ്സൽ അപ്രൂവലോ അല്ലെങ്കിൽ സോഷ്യൽ അപ്രൂവലോ കിട്ടിയിട്ട് ഒരു കാര്യം മുന്നോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പേടിയുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ആ പേടിയിലേക്ക് നോക്കുക, എന്തുകൊണ്ടാണ് ഞാനതിനെ പേടിക്കുന്നത്. അപ്പോൾ ആ പേടിയുടെ കാരണം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ പേടിയെ നമ്മൾ റെക്ടിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് ഉറക്കമില്ലാതിരുന്നിട്ട് മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് കാർഡ് 10 ഓഫ് വാൺസ്. കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ടല്ലോ. 10 ഓഫ് വാൺസ് വെച്ചാൽ നമ്മൾ ഓവർ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ചിലപ്പോൾ കുറച്ച് തലയിൽ അധിക ഭാരം ഏറ്റെടുത്ത് വെക്കുക. ചിലപ്പോൾ മറ്റുള്ളവരുടെ ജോലിയും കൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്നും ചെയ്യുന്നതിനപ്പുറം മറ്റെന്തൊക്കെയോ കാര്യങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ട് ഒന്നും തീർക്കാൻ പറ്റാത്ത വിധം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു എനർജിയാണ് 10 ഓഫ് വാൺസ്. ചിലപ്പോൾ ഇത് ഇന്ന് ഓവർ ബേർഡൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം റീപേയ്മെൻറ്റുകൾ വരിക, പല പ്രാവശ്യമായിട്ട് പൈസ തിരിച്ചടക്കേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അപ്പോൾ നമുക്ക് ഓരോ സമയത്തും ഇവർ വരുന്ന സമയത്ത് പൈസ തിരിച്ചു കൊടുക്കാനുണ്ടാവത്തില്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്കത് ഓവർ ബേർഡൻ ആയിട്ട് തോന്നും. അതായത് തലയിൽ എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം എടുത്തിട്ട് നമ്മളതിനെ താങ്ങാൻ പറ്റാതെ തറയിലിടുന്ന എനർജിയാണ് 10 ഓഫ് വാൺസ്. അപ്പോൾ തലയിൽ അധികം ഭാരം ഇരിക്കുന്നതായി തോന്നാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അധികമായി ചുമക്കുകയാണ്, എനിക്കിത് ഹോൾഡ് ചെയ്യാൻ വയ്യ എന്ന് തോന്നുന്ന ഒരു എനർജി ചിലപ്പോൾ ഇന്ന ദിവസം ഉണ്ടാവും. ഞാൻ എന്തിനാണ് ഇത് ഭാരപ്പെടുന്നതെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഓവർ ബേർഡൻ ആണ്. ചിലപ്പോൾ ഇന്ന് അധിക ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് ഫുൾ കാർഡാണ്. ഇതൊരു യാത്രയാണ്, ഒരു പുതിയ യാത്രയാണ്. ചിലപ്പോൾ പാസ്റ്റിലത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്ന് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചൊരു പുതിയ യാത്ര പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ തീർത്ഥാടന യാത്രകൾ പോകുന്നതായിരിക്കാം. കൂട്ടുകാരോടൊപ്പം ഒന്ന് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചില്ലൗട്ട് യാത്ര പോകുന്നതായിരിക്കും. എന്തായാലും ഒരു യാത്ര കാണുന്നുണ്ട്. പിന്നെ കാര്യങ്ങളെ വളരെ നിഷ്കളങ്കമായിട്ട് കാണാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പഴയ കാര്യങ്ങളൊക്കെ, പഴയ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഴയ ഒരുപാട് അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, പുതിയതായിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു എനർജിയാണ് ഫൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ യാത്ര എന്നുള്ളതാണ് ഫുൾ കാർഡ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ച് തുടങ്ങുന്നതായിരിക്കും. ദെൻ 2 ഓഫ് കപ്സ്. ഇത് 2 ദിവസം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി പതുക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു എനർജിയാണ് 2 ഓഫ് കപ്സ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് അവിടെ നിന്നും ഒരു റിവാർഡ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതിന് തുല്യമായ ഒരു പരിഗണന, അതിന് തുല്യമായിട്ടുള്ളൊരു റിവാർഡ് നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു ബാലൻസിൻ്റെ എനർജിയാണ്. അതുപോലെ നമ്മളെ ആളുകൾ പരിഗണിക്കുക എന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് ടിറ്റ് ഫോർ ടാറ്റ്, നമ്മൾ ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുന്ന പോലെയാണ്. എന്ത് ചെയ്യുന്നോ അതിൻ്റെ പ്രതിഫലം, എന്ത് പറയുന്നോ അതിൻ്റെ പ്രതിഫലം, അത്തരത്തിൽ നമുക്കൊരു ബാലൻസിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് 2 ഓഫ് കപ്സ്. ഇതൊരു സോൾമേറ്റ് എൻട്രിയാണ്. 2-3 ദിവസം കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു സോൾമേറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് കപ്പ് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് വാൺസ്. ഇത് വളരെ പാഷനേറ്റായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നൊരു എനർജിയാണ്. അതായത് പെട്ടെന്ന് ജോലി ചെയ്യുക, വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക, ഇതൊക്കെയാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. അതുപോലെ നമുക്ക് വളരെ ആവേശം തോന്നുക, ഒരു കാര്യം ചെയ്യാൻ ഏറ്റെടുത്ത് ചെയ്യുക, ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് ജോലി ചെയ്യുന്നൊരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ്. ഇതിൻ്റെ കൂടെ ഇത് ഒരു ഒരു ഫിസിക്കലായിട്ടുള്ള കുറച്ചൊരു അഡ്വാൻസ്മെൻറ്റും കൂടെയാണ് കേട്ടോ. അത് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർ തമ്മിലുള്ളൊരു വല്ലാത്തൊരു അഭിനിവേശം തോന്നുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വല്ലാത്ത അഭിനിവേശമൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞ നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. വളരെ പാഷനേറ്റ് ആയിരിക്കും, വളരെ പാഷനേറ്റാണ് എല്ലാ കാര്യത്തിലും. അതുപോലെ ജോലി ചെയ്യുന്നതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വേഗത്തിലൊക്കെ ചെയ്യുന്ന പോലെയൊക്കെയാണ് കാണുന്നത്. ദെൻ 10 ഓഫ് സോഡ്സ്. ഇത് 10 ഓഫ് വാണ്ടും 10 ഓഫ് സോഡ്സും ഒക്കെ പറയുന്നത്
നിങ്ങളുടെ സമയം ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു ഇറ്റ്സ് പ്ലേസ് എന്ന് പറയുന്ന പോലെ ആയിരിക്കത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബ്രോക്കൺ ആയി പോകാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ, ചിലർ പറയുന്ന വാക്കുകൾ, ചിലർ പറയുന്ന ചിലർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലും നമുക്ക് നമ്മളെ അത് നാണം കെടുത്തുന്ന പോലെയൊക്കെ തോന്നും. ഇത് ചിലപ്പോൾ ആത്മാഭിമാനം വ്രണപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുക, മറ്റുള്ളവരിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുക, അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ. പിന്നീന്ന് കുത്തുക എന്ന് പറയത്തില്ലേ, ബാക്ക് സ്റ്റാബിങ്, അത് തന്നെയാണ് വിശ്വാസവഞ്ചന ചെയ്യാന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. അതായത് ഒരു കാർമിക് സൈക്കിൾ എൻഡാവുന്നതാണ് ഈ 10 ഓഫ് സോഡ്. അതായത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് വരുന്നു എന്നാണ്. അതായത് വേദനയോടുകൂടി നമ്മളൊരു കാര്യം അവസാനിപ്പിക്കുന്നതാണ് 10 ഓഫ് സോഡ്സ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നല്ല ഓർമ്മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ എടുത്ത് കളയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് കളയുമ്പോൾ ഭയങ്കര പെയിൻ തോന്നും. കാരണം ഇത് ഒരുപാട് നാളത്തെ ഓർമ്മകളായിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ അതിനെ ഇനിമേൽ നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങളെടുത്ത് കളയുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ പറയുന്ന വാക്കുകൾ നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 10 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വല്ലാതെ എക്സോസ്റ്റഡ് ആവുന്ന, ഒരുപാട് ജോലി ചെയ്തിട്ട് അവസാനം മടുത്ത് നമ്മൾ എക്സോസ്റ്റഡ് ആവത്തില്ലേ, ആ ഒരു എനർജിയും ആയിരിക്കും. ദെൻ സ്ട്രെങ്ത് കാർഡേ. സ്ട്രെങ്ത് ഈസ് ഓൾവേസ് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ പാഠം പഠിപ്പിക്കുന്ന എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. ഇത് രണ്ടും റെസണേറ്റഡ് കാർഡ്സ് ആണ്, അല്ലെങ്കിൽ അഡ്ജസൻ്റ് കാർഡ്സ് ആണ്. ഇത് എന്തുകൊണ്ട് നമ്മൾ 10 ഓഫ് സോഡ്സ് എന്ന് പറയുന്ന ബാക്ക് സ്റ്റാബിങ്ങിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഒരാൾക്ക് നമ്മളെ ചതിക്കാൻ പറ്റുന്നത്? അയാൾക്ക് ചതിക്കാൻ പാകത്തിന് നമ്മൾ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ അയാൾ നമ്മളെ എങ്ങനെ ചതിച്ചു എന്നത് ആലോചിക്കുമ്പോൾ നമ്മൾ കൊടുത്ത സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം, നമ്മുടെ വീക്ക് പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഏതൊരു കാരണം കൊണ്ടാണോ ഒരു വ്യക്തി നമ്മളെ ചതിക്കുന്നത്, അത് ഏത് രീതിയിലും ആകാം, റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ ഫിനാൻഷ്യൽ ഹെൽപ്പോ ജോലിയോ എന്തോ ആയിക്കോട്ടെ, പിന്നീട് ഒരാൾ നമ്മളെ കുത്തണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വീക്ക് പോയിന്റ് അറിഞ്ഞതുകൊണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളെ അയാൾ പുറകെ നിന്ന് കുത്താനും മാത്രം നമ്മൾ അയാൾക്ക് എന്തോ ഒരു ഫേവർ ചെയ്തിട്ടുണ്ട്. അയാൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തുകയോ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുകയോ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യരുത്, ഇനിമേൽ നിങ്ങളത് ചെയ്യരുത് എന്നൊരു പാഠം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളെ അവിടെ വെറുതെ ഒന്ന് കൊന്നു ഇടും. അതായത് നമ്മൾ പറയത്തില്ലേ, ഒരു ഇടക്കാലാശ്വാസത്തിന് വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ, ഇത് നിങ്ങളെ ആ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചെറുതായിട്ടൊന്ന് കൊല്ലും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പെയിനിൻ്റെ എനർജിയാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീഴ്ത്തുന്ന എനർജിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിക്കും, നമ്മൾ കുറച്ച് സ്ട്രോങ് ആവും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് വയറിന് കുറച്ച് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഫുഡൊക്കെ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വയറ് പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം മെൻസ്ട്രൽ പീരീഡ്സ് ഉള്ളവർക്ക് അതിൻ്റെ പെയിൻ ആയിരിക്കാം, അതുമല്ല PCOD ഉള്ളവർക്ക് അതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ലവേഴ്സാണ്. ഇത് ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ്. ഇതും ഒരു റീയൂണിയൻ്റെ കാർഡാണ്. 2 ഓഫ് കപ്സും റീയൂണിയൻ്റെ കാർഡാണ്. ഇത് 2 സോൾമേറ്റ്സിൻ്റെ റീയൂണിയനാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ ലവറായിരുന്ന ഒരാളായിരിക്കാം. ഈ ജന്മവും അവർക്ക് ലവറായിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ കാരണം നിങ്ങൾക്കിടയിൽ അങ്ങോട്ട് കാർമിക് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലവേഴ്സിൻ്റെ എനർജിയാണിത്. അപ്പോൾ മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ലവറായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലുള്ള ആൾ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സോൾമേറ്റ് യൂണിയൻ കാണുന്നുണ്ട്. അതുപോലെ ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലവറിനോട് വല്ലാത്ത സ്നേഹവും അഭിനിവേശവും ഒക്കെ തോന്നുന്ന ഒരു എനർജി തന്നെയാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഇതൊരു റീയൂണിയൻ്റെ കൂടി കാർഡാണ് കേട്ടോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡാണേ. വേൾഡ് എപ്പോഴും സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും കാർഡാണ്. ഒരു സൈക്കിൾ നമ്മുടെ ലൈഫിൽ എൻഡായി പോകുന്നതിൻ്റെ കൂടെ കാർഡാണ് ഈ വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് ഓൾവേസ് സിംബലൈസ് ഫിനിഷിംഗ് പോയിന്റ് ഓഫ് എ സർക്കിൾ എന്നോ, അല്ലെങ്കിൽ എൻഡ് ഓഫ് എ സൈക്കിൾ എന്നോ, അല്ലെങ്കിൽ സക്സസ് ആൻഡ് കംപ്ലീഷൻ എന്നൊക്കെ പറയാം. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു പരിസമാപ്തിയിലേക്ക് വരുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ പാഠം നിങ്ങൾ പഠിക്കുന്നതോ അതിൽ നിന്നൊരു പാഠം നിങ്ങൾ ഉൾക്കൊള്ളുന്നതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് വേൾഡ് കാർഡ് പറയുന്നത്. ഒരു സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും ഒക്കെ കാർഡ് തന്നെയാണത്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ എല്ലാം പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ച് ചിലർക്ക് അങ്ങനെയുണ്ട്. മറ്റുള്ളവർ എന്നെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളെ അധികം
ശ്രദ്ധിക്കാതെ പോവുക. അങ്ങനല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷം കണ്ടെത്തുക. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനെന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് വേൾഡ് കാർഡ്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ബോഡിയിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഇതെന്നാ മജീഷ്യൻ്റെ കാർഡാണ് ബോട്ടം. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്ന് കിട്ടും എന്നാണ് ഈ മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസമാണ്. നമുക്ക് എല്ലാ റിസോഴ്സുകളും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ട്. നമ്മളതിങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ ഇത് ഒന്നാമൻ്റെ കാർഡാണ്. അപ്പോൾ നമ്മളിന്ന് അവിടെ ചെന്നാലും നമ്മളായിരിക്കും തിളങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കുന്ന ദിവസമാണ്. എല്ലാ റിസോഴ്സും നമുക്കുള്ള ദിവസമാണ്. ഒന്നാമനാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നതോ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കള്ളം പറയാനും മറ്റുള്ളവരുടെ കള്ളം നമ്മൾ വിശ്വസിച്ച് മണ്ടനാവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ അത്ര ഒന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരോടും കള്ളം പറയാൻ പോകണ്ട. മറ്റുള്ളവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് മജീഷ്യൻ്റെ കാർഡ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്നാമനാണ്. ഇന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുക. മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവർ മെഡിറ്റേറ്റ് ചെയ്യുക. പ്രാർത്ഥനയോടുകൂടി ഇന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എനർജി. ഓക്കെ, അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല റീഡിംഗ് ആണ് കിട്ടിയത്. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.